ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഫാബിയൻ എങ്ങടാ പോണേ? സ്ട്രോബെറി പറിക്കാൻ. യാ, സ്ട്രോബെറി എങ്ങനെയുണ്ടാ? യമ്മി സ്ട്രോബെറി. ബൈ, ടാറ്റാ. റെഡി ഗോ. യൂറോപ്പില് സമ്മർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള യാത്രകളും അതുപോലെ തന്നെയുള്ള നമുക്ക് കൃഷി സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവരവരുടെ ഉൽപ്പന്നങ്ങൾ പറിച്ചെടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഫാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഫംഗ്ഷനുകൾ നമ്മുടെ നാട്ടില് കൊയ്ത്തുത്സവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്താറുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ജൂൺ മാസത്തിന്റെ പകുതി കഴിഞ്ഞതിന് ശേഷം സ്ട്രോബെറി പാകമായി തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അവരുടെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഇതിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു 10-18 മൈൽ ദൂരത്തിലുള്ള ഒരു ഫാമിലാണ് ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ട് വീക്കെൻഡാണ്. അപ്പോൾ ഞാനും ഫാമിലിയും വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറി ഫാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ വീടിന്റെ അവിടെ നിന്നുള്ള സാധാ റോട്ടിൽ നിന്ന് നമ്മൾ ഡ്യുവൽ കാരേജ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് കോതമംഗലത്തിനോ മൂവാറ്റുപുഴയ്ക്കോ ഒക്കെ നമ്മൾ പോകണമെങ്കിൽ ഇവിടെയുള്ള റോഡുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ വാഹനം നിർത്താൻ പറ്റില്ല. നോൺ സ്റ്റോപ്പിംഗ് ആണ്, എമർജൻസിയിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ തന്നെ ഇപ്പൊ ഈ മാക്സിമം റേറ്റഡ് ആയിട്ടുള്ള സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ഈ റോഡിൽ ഓടിക്കാവുന്ന മാക്സിമം സ്പീഡിലാണ് നമ്മൾ ഓടിക്കുന്നത്. അതിന് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ഇത്ര 60 മൈല് 70 മൈല് അങ്ങനെയുള്ള സ്പീഡ് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്യുവൽ കാരേജ് വേ ആണ്. ഡ്യുവൽ കാരേജ് വേയിൽ നമുക്ക് 70 മൈല് മാക്സിമം സ്പീഡാണ് അനുവദിച്ചേക്കുന്നത്. ഈ 70 മൈൽ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വേറെ വാഹനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഡ്യുവൽ കാരേജ് വേന്ന് നമ്മൾ നേരിട്ട് കയറുന്നത് മോട്ടോർ വേയിലേക്കാണ്. കണ്ടോ, 4 വരി റൈറ്റ് സൈഡിലുണ്ട്. നമ്മൾ 5ാമത്തെ 6ാമത്തെ വരിയായിട്ടാണ് നമ്മളിപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോട്ടോർ വേ ഉണ്ടാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്ക് ഒന്ന് പോകണം, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു ജംഗ്ഷനുകൾ ഇതിപ്പോ കണ്ടോ വലിയ ഹൈവേയിലേക്ക് നമ്മൾ മെർജ് ചെയ്യുന്നതായി കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും സിമ്പിൾ ആണ് ഇവിടുത്തെ ട്രാഫിക്കും. നമുക്കൊരു സമയത്ത് ഒരു സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി ബ്ലോക്കോ അല്ലെങ്കിൽ ആക്സിഡന്റോ ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്ഥലത്തുനിന്ന് നമ്മൾ പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ മോട്ടോർ വേയിൽ കയറി. ഈ മോട്ടോർ വേയിൽ നമുക്ക് ആകെ കാണിച്ചത് 18 മൈല് സമയം, 18 മൈല് ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാനുള്ളത്. അത് ഓടി എത്തേണ്ടത് ഏകദേശം 23 മിനിറ്റ് എടുക്കുന്നുണ്ട് ഓടി എത്താനായിട്ട്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിലും 30 മൈലും 40 മൈലും സ്പീഡിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. യൂറോപ്പിലുള്ള UK-ലുള്ള A1M ദ നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോർ വേ ആണിത്. ഈ മോട്ടോർ വേയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 4 ട്രാക്കാണ് ഇതിലുള്ളത്. 4 ട്രാക്കിൽ നമുക്ക് 70 മൈല് മാക്സിമം സ്പീഡ്, 105 km/h മാക്സിമം സ്പീഡാണ്. നമുക്ക് അത് ഓടിച്ചു പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാ ട്രാക്കിലും നമുക്ക് ഏത് ട്രാക്കിലും കണ്ടെയ്നറുകൾക്ക് ഓടിക്കാം, ഏത് ട്രാക്കിലും കാറുകൾക്ക് ഓടിക്കാം, ഏത് ട്രാക്കിലും ബസ്സുകൾക്ക് ഓടിക്കാം. ഇതിന്റെ അകത്ത് സൈക്കിള് പിന്നെ 50 cc താഴെയുള്ള മോട്ടോർ ബൈക്കുകളൊന്നും അലൗഡ് അല്ല. കാളവണ്ടി, കുതിരവണ്ടി അങ്ങനെയുള്ള വണ്ടികൾ, ഓട്ടോറിക്ഷകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ റോഡിൽ അവൈലബിൾ അല്ല, ഓടിക്കാൻ പാടില്ല. ഓടിക്കാൻ കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഹൈവേ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേയുടെ ഇത് മെയിൻറ്റെയിൻ ആ റെഗുലേഷൻ വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അവിടുന്ന് എറണാകുളത്തൊക്കെ ഉള്ള ഒരു ഫാമിൽ പോയി നമുക്ക് അവിടുന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ ഇതുപോലെ സുഗമമായിട്ട് പോയി വരാൻ പറ്റുമെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് പോയി അവിടുത്തെ ഫാമിൽ നിന്ന് നേരിട്ടുള്ള സാധനങ്ങൾ വാങ്ങും. അല്ലെങ്കിൽ കപ്പയോ ചേമ്പോ ചേനയോ അങ്ങനെയൊക്കെ ഫാമുകളിൽ നിന്ന് നമുക്ക് ഫാം ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വൻ വിജയമായിരിക്കും കേട്ടോ. പോകുമ്പോൾ ഈ ലൈൻ ട്രാഫിക് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇപ്പൊ ആ ലൈനിലാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ മോട്ടോർ വേന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടേനെ, വഴി തെറ്റിപ്പോയിട്ടേനെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ യൂട്ടേൺ ഒന്നുമില്ല, നേരെ തന്നെ പോയിട്ട് വേറെ ലൈൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇതിലേക്ക് തന്നെ വന്ന് കയറുക. അപ്പോൾ ലൈൻ തെറ്റാതെ കൃത്യമായിട്ടുള്ള ലൈൻ നമ്മൾ ജംഗ്ഷനുകൾ എത്തണേക്ക് മുമ്പ് തന്നെ
പുറകിൽ നിന്ന് തന്നെ പിടിച്ച് കൃത്യമായിട്ട് മൂവ് ചെയ്യുക. ഓരോ മാർക്കർ പോസ്റ്റുകളിലും ജംഗ്ഷനുകളുടെ നമ്പർ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മോട്ടോർ വേക്കടെ നമ്മൾ വളരെ ഫാസ്റ്റിൽ പോകുമ്പോൾ നമുക്കൊരു ലൈനൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇട്ട് യൂ ടേൺ ഒക്കെ എടുക്കുക, പെട്ടെന്ന് വെട്ടി ബ്രേക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്ത് ഉള്ള ഈ ശിക്ഷാ നിയമങ്ങൾ വെച്ചിട്ട് വാഹനം പുറകിൽ നിന്ന് പോയി നമ്മളൊരു വണ്ടീനെയൊക്കെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. വൺസ് നമ്മൾ ഈ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുത്ത വർഷം മുതലുള്ള ഇൻഷുറൻസിന്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് 10-15 മൈൽ ദൂരം അല്ലെങ്കിൽ 18 മൈൽ ദൂരം എന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് 70 മൈലിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ വേഗം തന്നെ 40 മൈലായിട്ട് സ്പീഡ് കുറയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ 40 മൈലിൽ വന്നിട്ട് ഒരു ഹിൽ ഫാം എന്നൊക്കെയാണ് ആ ഫാമിന്റെ പേര്. മലമുകളിലാണ് ആ ഫാം. അപ്പോൾ നമ്മളിപ്പോ ലൊക്കേഷനിൽ എത്തി. ഈ ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞ സമയത്തിന്റെ അതേ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ് സംവിധാനങ്ങളുടെ ഒരു വിജയം. ഹിൽ ഫാമിലേക്കുള്ള ഇത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇത്തിരി നല്ല കയറ്റമൊക്കെ ഉള്ള ഒരു റോഡ് ആദ്യമായിട്ട് വേണമെങ്കിൽ ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയധികം നല്ല കുത്തനെ ഉള്ള ഒരു കയറ്റം. ആ കയറി ചെല്ലുന്ന സ്ഥലത്ത് അവർ കാർ പാർക്കിങ്ങിനുള്ള പ്രത്യേകം ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീടാണ് ഇത്. ഒരു ഫാം ഹൗസ് ആണ്. ഫാം ഹൗസ്, കാരവൻ ടൂറിസം, ആ ഫാമിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാമിലി ആയിട്ട് 50 വർഷമായിട്ട് ഈ മലമുകളിൽ കൃഷി ചെയ്ത് ഇങ്ങനെ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബമാണിത്. നമ്മൾ എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും പാർക്കിങ്ങിന് നമ്മൾ ഫീസ് സാധാരണ കൊടുക്കണം. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, ഇവരുടെ ഈ പള്ളിപ്പറമ്പ് പോലെ കിടക്കുന്ന സ്ഥലത്ത് അവർ കൃത്യമായിട്ടുള്ള വരി നിരയായിട്ട് കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് നമ്മൾ പൈസ കൊടുക്കണ്ട കേട്ടോ. അപ്പൊ അവരുടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ ഇന്ന് പാർക്കിംഗ് ചാർജ് മേടിക്കണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലാണെന്ന് തോന്നുന്നു അവരങ്ങനെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ളൊരു ഫാം ഷോപ്പ് ഉണ്ട്. അതിനോട് ചേർന്നിട്ട് അവർ കൃത്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ആള് നമുക്ക് ഇന്ന് വഴിയൊക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട്. ഒരു കസ്റ്റമറിനെ, ആ വരുന്നവരെല്ലാവരും അവരുടെ കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ ഓരോ ബാഗുകൾക്ക് ഓരോ പൈസ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു ഇങ്ങനെ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടു കൂടി തന്നെ എടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ നമ്മളവിടെ നമുക്ക് ഓരോ ബക്കറ്റിനും ഓരോ പൈസയാണ്. 5 പൗണ്ട്, 6 പൗണ്ട്, 8 പൗണ്ട്, അങ്ങനെ അത്രയും പൈസക്കുള്ള സാധനം നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. മീൻസ് പറിച്ചെടുക്കാം. അതിന് ആദ്യമേ തന്നെ നമ്മൾ പൈസ കൊടുത്ത് ആ ബക്കറ്റ് വാങ്ങിയിട്ട് നമ്മളിത് ഫാമിലേക്ക് കയറി പോരുകയാണ്. ഫാമിലേക്ക് കയറി പോരുന്ന സ്ഥലത്ത് അവർ ഓരോ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പറിച്ച് കഴിക്കരുതെന്ന്. അതുപോലെ തന്നെ ബ്ലാക്ക് കറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാട്ടോ. അപ്പോൾ സ്ട്രോബെറി ഉണ്ട്, ബ്ലാക്ക് കറന്റ് ഉണ്ട്, റാസ്ബെറി ഉണ്ട്, റെഡ് ബെറി ഉണ്ട്. അങ്ങനെ കുറേ അധികം ഫ്രൂട്ട്സുകളുടെ ഒരു അതികമനീയമായ ശേഖരം തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ ഫാം. കഴിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പറിച്ച് കഴിക്കുന്നുണ്ട്. അത് കാരണം ഒരെണ്ണം പറിച്ച് നോക്കും, എന്നിട്ട് രുചി നോക്കും, അതിനുശേഷമാണ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതിയല്ലോ. നമ്മൾ കാണാത്ത പല ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഞാവൽപ്പഴമൊക്കെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനൊന്നും പറ്റൂല. അതുപോലെയുള്ള ആ കളറിലൊക്കെ ഉള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്ന ലെവലിൽ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞേക്കണ സ്ട്രോബെറി ഇങ്ങനെ ചെയ്ത് നട്ടിട്ടേക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേരുടെ ആ ഒരു സ്വഭാവം അറിയാലോ. അവര് ഓടി നടന്ന് പറിക്കാൻ തുടങ്ങി. കാരണം നല്ല ചൊകചൊകാന്നുള്ള പഴം പഴുത്ത് ഇങ്ങനെ കിടക്കുക. അത് നമ്മൾ വിചാരിക്കും എന്താ പറയുക, നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു ഇതുപോലെ തന്നെ. പക്ഷെ അവിടെ ഇതുപോലെ വൈക്കോലൊന്നും ഇത് ചവിട്ടി കേടായിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നണത്. ഇതിന്റെ നടുക്കേടെ വൈക്കോൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രൂട്ട്സ് ചതഞ്ഞൊന്നും പോവാതെ, അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഉണ്ടായി വരുന്ന സമയത്ത് ഫാമിങ് ഇങ്ങനെ പിക്ക് ചെയ്യണ സമയത്ത് അവര് വൈക്കോൽ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന വഴിക്കൂടെ വൈക്കോൽ കിടക്കുന്നു. ഇത് ഉണ്ടായി കിടക്കുന്നത് ചോട്ടില് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിൽ ഇങ്ങനെ കൊല കുത്തിയാണ് കിടക്കണത്. എന്ത് മധുരാന്നറിയോ? കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് മഴ തീരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം അല്ലാത്തതുകൊണ്ട് നല്ല മധുരമായിരുന്നു ഫ്രൂട്ട്സിന്. ഞങ്ങൾ ഓരോന്ന് പറിക്കും, കഴിച്ചു നോക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 10 രൂപ പറിച്ചിട്ട് നമ്മുടെ കൊട്ടയിലേക്ക് ഇടും. അങ്ങനെയാണ് പറിക്കുന്നത് കേട്ടോ.
അപ്പൊ നമ്മള് തിരിച്ചു വന്ന സമയത്ത് ഈ സ്ട്രോബെറിയുടെ ആ വീടിന്റെ ഉടമസ്ഥ, ആ ഷോപ്പിന്റെ ഉടമസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അവര് കുടുംബം, ഭാര്യയും ഭർത്താവും 2 മക്കളും ചേർന്നിട്ടുള്ളവരാണ് ഈ കൃഷി ചെയ്യുന്നത്. അവര് തന്നെയാണ് ഇതിന്റെ ഈ പിക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹാർവെസ്റ്റിംഗ് ഇങ്ങനെ തന്നെ നടന്നു പോകും. കാരണം ഒരു മാസക്കാലം ഇങ്ങനെ ആളുകൾ വന്ന് പറിച്ച് ഓരോ ദിവസവും പറിച്ച് പോകുന്നതുകൊണ്ട് അവർ സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല ഇവർ ഈ കൃഷി ചെയ്തേക്കണത്. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവർ കൃഷി ഫുള്ള് ചെയ്യണത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള വിസിറ്റേഴ്സ് വരുന്നു, അവിടെ നിന്ന് പറിക്കുന്നു, അതിനുള്ള പൈസ അവർക്ക് കിട്ടുന്നു. അല്ലാതെ ഇത് പറിച്ച് അവർ സൂപ്പർ മാർക്കറ്റുകൾക്ക് കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഇതൊന്നുമല്ല. പിന്നെ എക്സസ് ആയിട്ട് പറിച്ച് കിട്ടുന്ന ഫ്രൂട്ട്സിനെ അവർ ജ്യൂസ് ആക്കിയിട്ട് എന്താ പറയുക, സ്ട്രോബെറി ജാം, സ്ട്രോബെറി ജ്യൂസ് അങ്ങനെ സെറ്റ് ചെയ്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാതെ ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഷോപ്പിൽ ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഈ കൃഷിയോട് ഇപ്പൊ ചെറുപ്പം മുതലേ കൃഷി ഒരു പ്രാന്താണല്ലോ നമുക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവരോട് ഒരു ഇന്റർവ്യൂ തരുമോന്ന് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞ് അവരുടെ ഈ ഫാമുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ സോഷ്യൽ മീഡിയകൾ വഴി സ്പ്രെഡ് ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അവരുടെ ഫോട്ടോയും ഫേസൊന്നും വരുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അവർക്കൊരു ഇത് എന്താ പറയണേ, അവരോട് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അവർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ പുതിയ അറിവായിരുന്നു കേട്ടോ. ഈ സ്ട്രോബെറി ചെടി നട്ടേക്കണ ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ഈ ഫീൽഡ് അവർ ഉഴുതു മറിക്കില്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. കൃഷി സ്ഥലം ഉഴുതു മറിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉഴുതു മറിക്കാൻ, ഓരോ കൃഷി കഴിയുമ്പോൾ നമ്മൾ ഇത് ഉഴുതു മറിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ശരിയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്യില്ല. കാരണം ഈ UK ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. മണ്ണിലുള്ള മൈക്രോ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉഴുതു മറിക്കുമ്പോൾ അടിയിലോട്ട് പോകാനും അതുപോലെ തന്നെ വേരുകൾക്ക് കിട്ടാത്ത രീതിയിലേക്ക് ഡീപ്പർ ആൻഡ് ഡീപ്പറിലേക്ക് താണു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യില്ല. ഈ വാരം മാറണ പോലെ 2 സൈഡിൽ നിന്ന് തട എടുക്കും. ഇപ്പം നട്ടേക്കുന്ന ആ വാരങ്ങളുണ്ടല്ലോ, ആ വാരങ്ങളിലേക്കൂടെ തന്നെയാണ് അടുത്ത തവണ അവർ പുതുതായിട്ട് കൃഷി ചെയ്യുമ്പോൾ തൈകൾ നടുന്നത്. ഗോതമ്പാണെന്ന് കരുതി നമ്മൾ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഈ നിൽക്കുന്ന നെല്ല് പോലെ നിൽക്കുന്ന സംഭവം ഗോതമ്പാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഗോതമ്പിന്റെ ഇതിൽപ്പെട്ടതല്ല, ഓട്സിന്റെ ഇതാണ്. ഓട്സിന്റെ പുല്ലില്ലേ, ഓട്സ് പുല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്സ് ആയിട്ട് കഴിക്കുന്ന ആ സംഭവം അതാണ് ഈ കൃഷി ചെയ്തേക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഓരോ ഏരിയ വൈസ് ഇവരുടെ വലിയ ഹെവി ട്രാക്ടറുകളൊക്കെയാണ് ഇവരുടെ യാർഡിൽ കുറേ ട്രാക്ടറുകളും അതുപോലെ തന്നെ വളം മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ ഇത് പുറത്ത് വീഡിയോ അങ്ങനെ ചെയ്യരുതെന്ന് പറയണത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കപ്പയൊക്കെ നടുവല്ലോ. കപ്പ നട്ട് കഴിഞ്ഞതിന് ശേഷം ആ വാരത്തിൽ നിന്ന് കപ്പ പറിച്ചു. അത് കഴിഞ്ഞിട്ട് അതേ വാരത്തിൽ തന്നെ പിന്നീട് ഫെർട്ടിലൈസ് ചെയ്യാതെ തന്നെ വീണ്ടും നടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് യൂസ്ഫുൾ ആയിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണ് രീതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അന്ന് കിട്ടിയ ഒരു പുതിയ അറിവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രോബെറി ഒരു ചെടി നമ്മൾ നട്ടു, ആ ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ആ ചെടിയിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള തലേക്കലന്മാരൊക്കെ ചവിട്ടി ഒതുക്കി നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് 1 കൊല്ലം പോലും കിട്ടൂല കേട്ടോ. എൻ്റെ കൊച്ചു തന്നെ കേട്ടോ, ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു നാടൻ ഭാഷയെ പറഞ്ഞു എന്നുള്ളൂ. എന്നാലും മക്കൾ ഇങ്ങനെ കയറി ചവിട്ടി ഇറങ്ങി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ചതഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ കുറേയൊക്കെ അവനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കി. എന്നിരുന്നാൽ പോലും അവൻ കൈവിട്ട്, ഈ ഫ്രൂട്ട്സ് കാണുമ്പോൾ കൈവിട്ടിട്ട് അങ്ങ് ഓടുമല്ലേ കുട്ടികൾ. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഇവരുടെ ഈ ഫാമിൽ നിന്ന് അവർക്കുടെ പ്രൊഡക്ഷൻ ഉള്ള കോസ്റ്റും അതുപോലെ തന്നെ ഞാനത് ചോദിച്ചു. പിന്നെ ഒരു കാര്യം അവരോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതിങ്ങനെ 19 കൊല്ലമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അവരുടെ ഫാദറും മദറൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിപ്പോൾ പുതിയ തലമുറ ഏറ്റെടുത്തു. അവരുടെ മക്കളും അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അവർ കടയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ അവർ നിൽക്കും. അല്ലാത്ത ദിവസം അവർക്ക് ഫാമിൽ പണിയെടുക്കാനായിട്ട് 2 സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മലയുടെ മുകളിൽ ഇത്ര വലിയൊരു ടാങ്കിൽ ഫെർട്ടിലൈസേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ട്യൂബ് വഴി ഇതിന്റെ ചോട്ടേക്കൂടെ എങ്ങനെ ഇട്ട് കൊടുക്കണം, വളമായിട്ട് കൊടുക്കണത്. ഇപ്പൊ എന്തൊരു ചെടി നട്ടു കഴിഞ്ഞാലും അതിന് വളമൊക്കെ വേണമല്ലോ. പിന്നെ ഇവരോട് ഞാൻ ചോദിച്ചു, നമ്മൾ നനയ്ക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ടോ ഇവിടുത്തെ രീതി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇവർക്ക് നനയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പാടം വിണ്ട് കീറി പൊട്ടിക്കഴിഞ്ഞാലാണ് അവർ നനയ്ക്കുള്ളൂ. അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വരാറില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അതുപോലത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ. എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷമാണ്. ഇവരുടെ ഫാം ഷോപ്പാണ് ഇത്. ഈ ഫാം ഷോപ്പിൽ ഇവരുടെ ഉൽപ്പന്നങ്ങളുണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളും ഉണ്ട് കേട്ടോ. ഇവരുടെ മാത്രം ഉൽപ്പന്നങ്ങളല്ല അത്.
എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഇവരുടെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഇവരുടെ ബാക്കി വരുന്ന ഫ്രൂട്ട്സുകളിൽ നിന്ന് അവർ ഇത് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ജ്യൂസ്, ജാമുകൾ, പിന്നെ നമ്മൾ മഞ്ഞ കടുക് എണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കടുകെണ്ണ അല്ലാതെ റാപ്പ് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ പോലത്തെ ഒരു ഓയിൽ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പഴയ രീതിയിലുള്ള ഒരു ക്യാന്, അത് മറ്റേ ബീറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാനുകളാണ്. ആ ക്യാനിന്റെ പുറത്താണ് അവർ വെയിങ് മെഷീനൊക്കെ വെച്ചേക്കുന്നത്. അതൊക്കെ വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഒരു ദിവസം പോയി നമുക്ക് ഇത് പറിച്ച് നമുക്ക് ആ വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ എൻട്രി ഫീസ്, ഫാമിൽ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പിലിട്ടു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 10-20ഓളം പേര് ഞങ്ങൾ മാത്രം അവിടെ പോയിട്ടോ, നമ്മുടെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ദിവസം നമുക്ക് ഒരു വീക്കെൻഡ് രാവിലെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ച് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സീ യു സൂൺ.